വൈഫൈ ഫോണുമായി ബന്ധിപ്പിക്കുന്ന സമയത്ത് പല സമയത്തും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലരും നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോയോ എന്തെങ്കിലും ഒരു ഫോട്ടോസോ നമ്മൾ ബ്ലൂടൂത്തിലൂടെ കണക്ട് ചെയ്യുന്ന സമയത്തും ഈ പ്രോബ്ലം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒറ്റ സെറ്റിങ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അതാണ് ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഗുണം. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിശദമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനുമുമ്പ് എൻ്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യൂ. അവർക്കും ഇത് ഉപകാരമാകട്ടെ. എന്നാൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടന്നാലോ. ഈ സെറ്റിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതൊരു ബുക്കിൽ കുറിച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സെർച്ച് ബാർ മുകളിൽ കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ സെർച്ച് ബാർ, ഇവിടെ റീസ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഒരുപാട് റീസ്റ്റാർട്ട് ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഓപ്ഷൻ ചെയ്യുവാൻ. എങ്ങാനും നമ്മൾ അറിയാതെ മറ്റേതെങ്കിലും ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഡാറ്റകളും വീഡിയോകളും ഫോട്ടോകളുമെല്ലാം റീസ്റ്റാർട്ടായി പോകുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ഞാൻ വിശദമായി ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറയുന്ന ഓപ്ഷനിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അവിടെ നേരെ താഴെയായി വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വൈഫൈ ബ്ലൂടൂത്ത് എന്നീ ഓപ്ഷനോട് കൂടിയുള്ള അവിടെ മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ വീണ്ടും ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ഒരു മഞ്ഞ ടോപ്പപ്പിൻ ഉള്ളിൽ റീസെറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഒരു പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ പാസ്വേഡാണ്. അതോടെ അവിടെ റീസ്റ്റാർട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യുക. അതോടെ നിങ്ങളുടെ വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെയും സ്പീഡ് വർദ്ധിച്ചതായി കാണാൻ സാധിക്കും. ഇപ്പം നെറ്റ്വർക്ക് സ്പീഡ് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി പാസ്വേഡൊക്കെ നഷ്ടമായിട്ടുണ്ട് വൈഫൈയുടെ. അതെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം കണക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും വളരെ നല്ല സ്പീഡിൽ നെറ്റ്വർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാവുന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.